ഡിയർ സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അതിൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. ഇനി മാർട്ടിൻ ലൂതർ കിങ് ആൻഡ് കണ്ടന്റ് ഓഫ് ഐ ഹാവ് ഡ്രീം സ്പീച്ച്, ഈ ഒരു ഭാഗമാണ് നോക്കാനുള്ളത്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഒരു അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് മന്ത്രിയും ആക്ടിവിസ്റ്റും രാഷ്ട്രീയ തത്വചിന്തകനുമായിരുന്നു. 1955 മുതൽ 1968 കൊല്ലപ്പെടുന്നത് വരെ പൗരാവകാശ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അഹിംസയിലൂടെയും അനുസരണക്കേടിലൂടെയും അദ്ദേഹം പൗരാവകാശങ്ങൾ മുന്നോട്ട് വെച്ചു. കറുത്തവരുടെ വോട്ടവകാശം, വേർതിരിവ്, തൊഴിലവകാശങ്ങൾ, മറ്റടിസ്ഥാന പൗരാവകാശങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ള മാർച്ചുകളിൽ അദ്ദേഹം പങ്കെടുക്കുകയും നയിക്കുകയും ചെയ്തിട്ടുണ്ട്. 1955 മോണ്ടിഗോമറി ബസ് ബഹിഷ്കരണത്തിന് മേൽനോട്ടം വഹിച്ച അദ്ദേഹം പിന്നീട് സദേൺ ക്രിസ്ത്യൻ ലീഡർഷിപ്പ് കോൺഫറൻസിൻ്റെ ആദ്യ പ്രസിഡൻ്റായിട്ട് മാറി. ജോർജിയയിലെ ആൽബനിയിൽ പരാജയപ്പെട്ട ആൽബനി പ്രസ്ഥാനത്തെ നയിച്ച അദ്ദേഹം അലബാമയിലെ ബർമിംഗ്ഹാമിൽ 1963 അഹിംസാത്മക പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ സഹായിച്ചു. 1963 ആയപ്പോഴേക്കും വാഷിങ്ടണിലെ പ്രധാന നേതാക്കളിൽ ഒരാളായി അദ്ദേഹം മാറി. 100 വർഷങ്ങൾക്ക് ശേഷവും നീഗ്രോ ഇപ്പോഴും സ്വതന്ത്രനായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വേർതിരിവിൻ്റെ ക്രൂരതകളും വിവേചനത്തിൻ്റെ ചങ്ങലകളും മൂലമുള്ള സാമൂഹിക അവസ്ഥ എന്ന് പറഞ്ഞാൽ വികലാംഗമായിട്ടുള്ള ഒരു സാമൂഹിക അവസ്ഥയാണ് എന്ന് പറയുന്നുണ്ട്. അതായത് സമൂഹത്തിൻ്റെ വികലാംഗതയാണ് ഈ പറയുന്നതെല്ലാം എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം അമേരിക്കൻ ഭരണഘടനയും സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെയും കുറിച്ചുള്ള ചർച്ചയിലേക്ക് തിരിഞ്ഞു. ഈ പവിത്രമായ രേഖകൾ ഓരോ അമേരിക്കക്കാരനും അവകാശികളാകുന്ന പ്രത്യേക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാഗ്ദാന കുറിപ്പാണ് എന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം പലതവണ ജയിലിലടക്കപ്പെടുന്നുണ്ട്. ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അദ്ദേഹത്തെ ഒരു തീവ്രവാദിയായിട്ട് കണക്കാക്കുന്നുണ്ട്. FBI ഏജന്റുമാർ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതം രഹസ്യമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. 1964 FBI കിങ്ങിന് ഒരു അജ്ഞാത കത്തയച്ചു. അത് അദ്ദേഹത്തെ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ശ്രമമായിട്ട് വ്യാഖ്യാനിച്ചു. 1964 ഒക്ടോബർ 14 വംശീയ അസമത്വത്തെ അഹിംസാത്മക ചെറുത്തുനിൽപ്പിലൂടെ നേരിട്ടതിന് കിങ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടി. തൻ്റെ അവസാന വർഷങ്ങളിൽ ദാരിദ്ര്യത്തിനും വിയറ്റ്നാം യുദ്ധത്തിനും എതിരായ എതിർപ്പ് ഉൾപ്പെടുത്താൻ അദ്ദേഹം തൻ്റെ ശ്രദ്ധ വിപുലീകരിച്ചു. 1968 വാഷിങ്ടൺ DC ഒരു ദേശീയ അധിനിവേശം ആസൂത്രണം ചെയ്യുന്നതിനിടെ ടെന്നസിയിലെ മോംഫിസിൽ ഏപ്രിൽ 4 അദ്ദേഹം വധിക്കപ്പെട്ടു. നീഗ്രോ ജനതയുടെ കാര്യത്തിൽ അമേരിക്ക വീഴ്ച വരുത്തിയതായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദൈവമക്കൾക്കും വേണ്ടി നീതിക്കും സമത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടം തുടരേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. കയ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് സ്വാതന്ത്ര്യത്തിനായുള്ള ദാഹം തൃപ്തിപ്പെടുത്തുന്നതിനെതിരെ അദ്ദേഹം തൻ്റെ സഹയാത്രികർക്ക് മുന്നറിയിപ്പ് നൽകി. നീതിക്കായുള്ള അന്വേഷണം തെറ്റായ പ്രവൃത്തികളുടെ ഒരു വേദിയിൽ കെട്ടിപ്പടുക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. വംശീയ അസഹിഷ്ണുതയില്ലാത്ത ഒരു അമേരിക്കയെക്കുറിച്ച് അദ്ദേഹം ഒരു മികച്ച വിവരണം നൽകി. വംശീയമായി വർണ്ണാന്തതയുള്ള കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരുമിച്ച് അപ്പം പൊട്ടിക്കാൻ കഴിയുന്ന ഒരു സ്വപ്നം അദ്ദേഹം മുന്നോട്ട് വെച്ചു. വ്യത്യസ്ത പ്രായത്തിലും വംശത്തിലുമുള്ള ചെറിയ കുട്ടികൾ പരസ്പരം കളിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ലൂതർ കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ ദർശനം അമേരിക്കൻ സ്വപ്നത്തിൽ വേരൂന്നിയതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്പീച്ചാണ് ഐ ഹാവ് എ ഡ്രീം എന്നുള്ളത്. അമേരിക്കൻ പൗരാവകാശ പ്രവർത്തകനും ബാപ്റ്റിസ്റ്റ് മാന്ത്രികനുമായ മാർട്ടിൻ ലൂതർ കിങ് 1963 ഓഗസ്റ്റ് 28 വാഷിങ്ടൺ ഫോർ ജോബ്സ് ആൻഡ് ഫ്രീഡം മാർച്ചിൽ നടത്തിയ ഒരു പൊതുപ്രസംഗമാണെന്ത് ഐ ഹാവ് എ ഡ്രീം എന്നുള്ളത്. പ്രസംഗത്തിൽ സിവിൽ സാമ്പത്തിക അവകാശങ്ങൾക്കും അമേരിക്കയിലെ വംശീയത അവസാനിപ്പിക്കുന്നതിനും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട്. വാഷിങ്ടൺ DCയിലെ ലിങ്കൺ മെമ്മോറിയലിൻ്റെ പടികളിൽ നിന്ന് 25,000-ലധികം പൗരാവകാശ അനുഭാവികൾക്ക് നൽകിയ പ്രസംഗം പൗരാവകാശ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നിമിഷങ്ങളിലൊന്നാണ്. 1863 ദശലക്ഷക്കണക്കിന് അടിമകളെ സ്വതന്ത്രരായി പ്രഖ്യാപിച്ച വിമോചന വിളംബരത്തെക്കുറിച്ചുള്ള പരാമർശത്തോടു കൂടി ആരംഭിച്ച്
രാജാവ് പറഞ്ഞു, 100 വർഷങ്ങൾക്ക് ശേഷവും നീഗ്രോ ഇപ്പോഴും സ്വതന്ത്രരല്ല. പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ എനിക്കൊരു സ്വപ്നമുണ്ട് എന്നൊരു പരാമർശത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത്. സഭാ ചൈതന്യത്തിൽ മഹാലിയ ജാക്സൺ തൻ്റെ പിന്നിലെ ഇരിപ്പിടത്തിൽ നിന്ന് പിന്തുണ നൽകി. സ്വപ്നത്തെക്കുറിച്ച് അവരോട് പറയുക മാർട്ടിൻ എന്ന് അദ്ദേഹം പിന്നിൽ നിന്ന് പറഞ്ഞു. മഹാലിയ അപ്പോൾ ഇതിനെക്കുറിച്ച്, ഈ പ്രസംഗത്തെക്കുറിച്ച് ജോൺ മീജം എഴുതുന്നുണ്ട്, ഒരൊറ്റ വാചകത്തിൽ കിങ് ആധുനിക അമേരിക്കയെ രൂപപ്പെടുത്തിയവരുടെ നിരയിൽ ഉൾപ്പെട്ടു. അതായത് ജെഫേഴ്സനോടും ലിങ്കണോടും ഒപ്പം ചേർന്നു എന്ന് പറയണ്ടേ. അത്രത്തോളം പ്രസക്തമായുള്ള ഒരു പ്രസംഗമായിരുന്നു അത്. 1999 പൊതുപ്രസംഗ പണ്ഡിതരുടെ വോട്ടെടുപ്പിൽ 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച അമേരിക്കൻ പ്രസംഗമായിട്ട് ഈ പ്രസംഗം തിരഞ്ഞെടുക്കപ്പെട്ടു. എക്കാലത്തെയും ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും മികച്ചതാണെന്ന ശക്തമായിട്ടുള്ള അവകാശവാദം ഈ പ്രസംഗത്തിന് ഉണ്ടെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായുള്ള കാര്യമാണ്. ഈ ഒരു പ്രസംഗം ഉണ്ടാവാനുള്ള പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി നിർദ്ദേശിച്ച പൗരാവകാശ നിയമനിർമ്മാണത്തിന് ബഹുജന പിന്തുണ പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചാണ് ഈ ഒരു പ്രസംഗം തയ്യാറാക്കിയത്. അതിനാൽ പൗരാവകാശ പ്രസ്ഥാനത്തിൻ്റെ മുഖമുദ്രയായി മാറിയ നിസ്സഹകരണത്തെ പ്രകോപിപ്പിക്കാതിരിക്കാൻ മാർട്ടിൻ ലൂതർ കിങ്ങും മറ്റ് നേതാക്കളും അവരുടെ പ്രസംഗങ്ങൾ ശാന്തമായി നിലനിർത്താൻ സമ്മതിച്ചു. വിമോചന വിപ്ലവത്തിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് അബ്രഹാം ലിങ്കൻ്റെ ഗെറ്റിസ്ബർഗ് പ്രസംഗത്തോടുള്ള ആദരസൂചകമായിട്ടാണ് കിങ് ആദ്യം തൻ്റെ പ്രസംഗം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 1960 മുതൽ കിങ് സ്വപ്നങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു. നീഗ്രോയും അമേരിക്കൻ സ്വപ്നവും എന്ന പേരിൽ ഒരു പ്രസംഗം നടത്തി. ഈ പ്രസംഗം അമേരിക്കൻ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വിടവ് ചർച്ച ചെയ്യപ്പെട്ടു. പ്രത്യക്ഷമായ വെളുത്ത മേധാവിത്വവാദികൾ സ്വപ്നം ലംഘിച്ചുവെന്നും നമ്മുടെ ഫെഡറൽ ഗവൺമെൻറ് അതിൻ്റെ ഉദാസീനതയിലൂടെയും കാപട്യത്തിലൂടെയും നീതിയുടെ ലക്ഷ്യത്തോടുള്ള വഞ്ചനയിലൂടെയും സ്വപ്നത്തെ മുറിവേൽപ്പിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ആത്മാവിനെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ ഉപകരണമായിരിക്കാം നീഗ്രോ എന്ന് അവർ പറയുന്നുണ്ട്. 1961 അദ്ദേഹം പൗരാവകാശ പ്രസ്ഥാനത്തെക്കുറിച്ചും വിദ്യാർത്ഥി പ്രവർത്തകരുടെ സമത്വത്തെക്കുറിച്ചുള്ള സ്വപ്നത്തെക്കുറിച്ചും സംസാരിച്ചു. 1962 നവംബർ 27 നോർത്ത് കരോലിനയിലെ റോക്കി മൗണ്ടിലെ ബുക്കർ ടി വാഷിംഗ്ടൺ ഹൈസ്കൂളിൽ കിങ് ഒരു പ്രസംഗം നടത്തി. ലിങ്കൺ മെമ്മോറിയലിൽ നിന്ന് അദ്ദേഹം ഒടുവിൽ പ്രസംഗിക്കുന്ന പതിപ്പിനേക്കാൾ ദൈർഘ്യമേറിയ ഒരു പ്രസംഗമായിരുന്നു അത്. അപ്പോൾ വാചകത്തിൻ്റെ ചില ഭാഗങ്ങൾ എനിക്കൊരു സ്വപ്നമുണ്ട് എന്നുള്ള ഒരു ഭാഗം ഇതിലും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഈ ഒരു പ്രസംഗത്തിലും അടങ്ങിയിട്ടുണ്ട്. ഈ പ്രസംഗം നടത്തിയ വർഷം ടൈംസ് മാഗസിൻ അദ്ദേഹത്തെ മാൻ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തു. അടുത്ത വർഷം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നതിന് ഇത് കാരണമായി. പൗരാവകാശങ്ങൾക്കായുള്ള തുടർ പോരാട്ടത്തിനും പ്രസംഗം നിർണായക പങ്കുവഹിച്ചു. മാർട്ടിൻ ലൂതർ കിങ്ങിനെ എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പ്രസംഗത്തിൻ്റെ ലക്ഷ്യം അമേരിക്കൻ പൊതുജനങ്ങളെ വംശീയ അസമത്വത്തിൻ്റെ അനീതിയിലേക്ക് തുറന്നു കാട്ടുകയും വംശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കുന്നത് നിർത്താൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ധരണികളിലൊന്നാണ്, എൻ്റെ 4 കൊച്ചുകുട്ടികൾ ഒരു ദിവസം അവരുടെ ചർമ്മത്തിൻ്റെ നിറം കൊണ്ടല്ല, മറിച്ച് അവരുടെ സ്വഭാവത്തിൻ്റെ ഉള്ളടക്കത്താൽ വിലയിരുത്തപ്പെടുന്ന ഒരു രാജ്യത്ത് ജീവിക്കുമെന്ന് എനിക്കൊരു സ്വപ്നമുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട വാക്കാണ്. അമേരിക്ക നൽകിയ വാഗ്ദാനങ്ങളെ പ്രോമിസറി നോട്ട് എന്നാണ് കിങ് വിശേഷിപ്പിക്കുന്നത്. അമേരിക്ക നീഗ്രോ ജനതയ്ക്ക് ഒരു മോശം ചെക്ക് നൽകിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ വാഷിംഗ്ടൺ DC മാർച്ച് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ ചെക്ക് പണമാക്കാൻ വന്നിരിക്കുന്നുവെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ ഒരു പ്രസംഗത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷനെ കുറിച്ചാണ്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക, രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദബന്ധം വികസിപ്പിക്കുക, അന്താരാഷ്ട്ര സഹകരണം നേടുക, അംഗരാജ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള കേന്ദ്രമായി പ്രവർത്തിക്കുക എന്നിവ ലക്ഷ്യമിടുന്ന ഒരു അന്തർസർക്കാർ സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയായിട്ട് ഇത് പരക്കെ അംഗീകരിക്കപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്ക് സിറ്റിയിലാണ്. കൂടാതെ ജനീവ, നൈറോബി, വിയന്ന, ഹേഗ് എന്നിവിടങ്ങളിൽ മറ്റ് ഓഫീസുകളുമുണ്ട്. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഭാവിയിലെ ലോകമഹായുധങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ UN സ്ഥാപിതമാവുകയും ഫലപ്രദമല്ലാത്ത ലീഗ് ഓഫ് നേഷൻ്റെ പിൻഗാമിയാവുകയും ചെയ്തു. 1945 ഏപ്രിൽ 25 കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ 50 രാജ്യങ്ങൾ ഒരു സമ്മേളനത്തിനായിട്ട് ഒത്തുകൂടുകയും 1945 ജൂൺ 25 അംഗീകരിച്ച UN ചാർട്ടറിൻ്റെ കരട് തയ്യാറാക്കലിന് തുടക്കമിടുകയും ചെയ്തു. 1945 ഒക്ടോബർ 24 UN പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ചാർട്ടർ പ്രാബല്യത്തിൽ വന്നു. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക, മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക, മാനുഷിക സഹായം എത്തിക്കുക, സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുക, അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിക്കുക എന്നിവയാണ് UN ലക്ഷ്യങ്ങൾ.
സ്ഥാപിതമായ സമയത്ത് ഐക്യരാഷ്ട്രസഭയിൽ 51 അംഗരാജ്യങ്ങളുണ്ടായിരുന്നു. 2025 വരെ ഇതിന് 193 പരമാധികാര രാഷ്ട്രങ്ങളുണ്ട്. ലോകത്തിൻ്റെ മിക്കവാറും എല്ലാ അംഗീകൃത പരമാധികാര രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭ സ്ഥാപിതമായി. UN-യുടെ സ്വഭാവത്തിൽ തന്നെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വ്യവസ്ഥകൾ അടങ്ങിയിട്ടുണ്ട്. വി ദ പീപ്പിൾ ഓഫ് യുണൈറ്റഡ് നാഷൻസ് എന്ന വാചകത്തോടു കൂടിയാണ് ഇതിൻ്റെ തലക്കെട്ട് ആരംഭിക്കുന്നത്. ഈ വാചകം തന്നെ മനുഷ്യാവകാശങ്ങൾക്കായി സ്വയം സമർപ്പിക്കാനുള്ള UN-യുടെ ദൃഢനിശ്ചയത്തെ കാണിക്കുന്നതാണ്. മനുഷ്യൻ്റെ മൗലികാവകാശങ്ങളിലും മനുഷ്യൻ്റെ അന്തസ്സിലും മൂല്യത്തിലും പുരുഷൻ്റെയും സ്ത്രീയുടെയും തുല്യാവകാശങ്ങളിൽ യഥാർത്ഥ ഉറച്ച വിശ്വാസമാണ് ഈ ഒരു ആമുഖം നൽകുന്നത്. യുദ്ധങ്ങളെ ഉന്മൂലനം ചെയ്യാനും അന്താരാഷ്ട്ര സഹകരണവും സമാധാനവും സ്ഥാപിക്കാനും ഈ കഥാപാത്രം ലക്ഷ്യമിടുന്നുണ്ട്. ഈ ഒരു തലക്കെട്ട് ലക്ഷ്യമിടുന്നുണ്ട്. മനുഷ്യരാശിയുടെ പറഞ്ഞറിയിക്കാനാവാത്ത ദുഃഖങ്ങൾ നീക്കം ചെയ്യാൻ ഇത് ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും അവരുടെ സഖ്യകക്ഷികളും തമ്മിൽ നിലനിന്നിരുന്ന ശീതയുദ്ധ പിരിമുറുക്കങ്ങൾ കാരണം ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായുള്ള UN-ന്റെ ദൗത്യം അതിൻ്റെ ആദ്യ ദശകങ്ങളിൽ സങ്കീർണമായിരുന്നു. പ്രാഥമികമായി നിരായുധരായ സൈനിക നിരീക്ഷകരെയും പ്രാഥമികമായി നിരീക്ഷണം, റിപ്പോർട്ടിംഗ്, ആത്മവിശ്വാസം വളർത്തൽ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ലഘുവായ സായുധ സൈനികരുന്നത് അതിൻ്റെ ദൗത്യത്തിൽ പെടുന്നുണ്ട്. 1960കളിൽ വ്യാപകമായ കോളനിവൽക്കരണത്തെ തുടർന്ന് UN അംഗത്വം ഗണ്യമായി വർദ്ധിച്ചു. അതിനുശേഷം ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ നിരീക്ഷിച്ചിരുന്ന 11 ട്രസ്റ്റ് പ്രദേശങ്ങൾ ഉൾപ്പെടെ 80 മുൻ കോളനികൾ സ്വാതന്ത്ര്യം നേടി. 1970 ആയപ്പോഴേക്കും സാമ്പത്തികവും സാമൂഹികവുമായ വികസന പരിപാടികൾക്കായുള്ള UN-ന്റെ ബജറ്റ് സമാധാന പാലനത്തിനുള്ള ചെലവിനേക്കാൾ വളരെ കൂടുതലായിരുന്നു. 1991 ശീതയുദ്ധം അവസാനിച്ചതിന് ശേഷം UN അതിൻ്റെ ഫീൽഡ് പ്രവർത്തനങ്ങൾ മാറ്റുകയും വിപുലീകരിക്കുകയും ചെയ്തു. വൈവിധ്യമാർന്ന സങ്കീർണമായ ചുമതലകൾ ഏറ്റെടുത്തു. ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, UN സെക്രട്ടേറിയറ്റ്, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്നീ 6 പ്രധാന പ്രവർത്തന സംഘടനകൾ UN ഉൾക്കൊള്ളുന്നുണ്ട്. ലോക ബാങ്ക് ഗ്രൂപ്പ്, ലോകാരോഗ്യ സംഘടന, വേൾഡ് ഫുഡ് പ്രോഗ്രാം, യുനെസ്കോ, യൂണിസെഫ് എന്നിവയുൾപ്പെടെ നിരവധി പ്രത്യേക ഏജൻസികൾ, ഫണ്ടുകൾ, പ്രോഗ്രാമുകൾ എന്നിവ UN ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ സർക്കാരിതര സംഘടനകൾക്ക് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലുമായിട്ടും മറ്റ് ഏജൻസികളുമായിട്ടും കൺസൾട്ടേറ്റീവ് പദവിയും UN നൽകുന്നുണ്ട്. നിലവിൽ പോർച്ചുഗീസ് രാഷ്ട്രീയക്കാരനും നയതന്ത്രജ്ഞനുമായ അന്റോണിയോ ഗുട്ടറസ് സെക്രട്ടറി ജനറലാണ് UN-ന്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. 2017 ജനുവരി 1 തന്നെ ആദ്യത്തെ 5 വർഷത്തെ കാലാവധി ആരംഭിച്ച അദ്ദേഹം 2021 ജൂൺ 8 വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിലയിരുത്തലും സ്വമേധയാ ഉള്ള സംഭാവനകളുമാണ് സംഘടനയ്ക്ക് ധനസഹായം നൽകുന്നത്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയും അതിൻ്റെ ഉദ്യോഗസ്ഥരും അതിൻ്റെ ഏജൻസികളും ഒന്നിലധികം സമാധാന നൊബേൽ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള മറ്റ് വിലയിരുത്തലുകൾ വിവാദപരമാണ്. ചില നിരീക്ഷകർ സംഘടന സമാധാനത്തിലും മാനവിക വികസനത്തിലും ഒരു നേതാവാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. മറ്റുള്ളവർ കാര്യക്ഷമതയില്ലായ്മ, പക്ഷപാതം, അഴിമതി എന്നിവയുടെ പേരിൽ അതിനെ വിമർശിക്കുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് UN-നെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്താണ് UN ചാർട്ടർ എന്ന് നോക്കാം. ഐക്യരാഷ്ട്രസഭയുടെ അടിസ്ഥാന ഉടമ്പടിയാണ് UN ചാർട്ടർ. ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ എന്നും അറിയപ്പെടുന്ന UN ചാർട്ടർ ഐക്യരാഷ്ട്രസഭ സ്ഥാപിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർവചിക്കുകയും ചെയ്യുന്ന അടിസ്ഥാന രേഖയാണ്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക, രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വളർത്തുക, സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി പ്രോത്സാഹിപ്പിക്കുക എന്നിവയുൾപ്പെടെയുള്ള UN-ന്റെ ലക്ഷ്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട തത്വങ്ങൾ രാജ്യങ്ങളുടെ പരമാധികാര തത്വം, അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ബലപ്രയോഗം നിരോധിക്കൽ തുടങ്ങിയ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ പ്രധാന തത്വങ്ങൾ ഈ ചാർട്ടർ ക്രോഡീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര നിയമത്തിൻ്റെ ഒരു ഉപകരണം എന്ന നിലയിൽ UN അംഗരാജ്യങ്ങൾ ചാർട്ടറിൻ്റെ വ്യവസ്ഥകൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. 1945 ജൂൺ 26 50 രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഈ ചാർട്ടറിൽ ഒപ്പുവെച്ചു. പോളണ്ട് 1945 ഒക്ടോബർ 15 ഒപ്പുവെച്ചു. സ്ഥാപക അംഗങ്ങളുടെ എണ്ണം 51 മാറി. ഇതിൽ ഇന്ത്യയുടെ പങ്ക് നോക്കുമ്പോൾ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന ഐക്യരാഷ്ട്ര സംഘടനാ കോൺഫറൻസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സർ ആർക്കോട്ട് രാമസ്വാമി മുതലിയാറാണ് UN ചാർട്ടറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്.